അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات. സ്നേഹം നിറഞ്ഞ മുതഅല്ലിമുകളെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇഫ്കിന്റെ സംഭവമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഖദ്ഫും ലിആനും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നബിത്തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും വൃത്തിഹീനമായ അതിഗൗരവമായ ഒരു ഖദ്ഫിന്റെ ചരിത്രമാണ് ഇനി പറയുന്നത്. ആ ഖദ്ഫുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല അവതരിപ്പിച്ച 10-18 ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇഫ്ക്, ആയാത്തുൽ ഇഫ്ക്, ഇഫ്കിന്റെ ആയത്തുകൾ എന്നാണ് ഇതിനെ പറയുക. ഖിസ്സത്തുൽ ഇഫ്ക്, ഇഫ്കിന്റെ ചരിത്രം. ഇനി എവിടെയാണ് നമുക്ക് പറയാനുള്ളത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ലികുല്ലി ഇംരിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മി വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه بأربعة شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين. صدق الله العظيم. എന്താണ് ഇഫ്കിന്റെ സംഭവം? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ ഒരു കൂട്ടം ആളുകൾ ഖദ്ഫ് പറയുകയുണ്ടായി, വ്യഭിചാരാരോപണം നടത്തുകയുണ്ടായി. ഇഫ്ക് എന്ന് പറഞ്ഞാൽ അതിഗൗരവപ്പെട്ട കളവ്, പച്ചക്കള്ളം എന്നാണ് ഇഫ്കിന്റെ അർത്ഥം. ആയിഷ ബീവിയുടെ മേൽ വ്യഭിചാരം ആരോപിക്കാൻ ഒരു കാരണമുണ്ട്. ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹ്മഹുല്ലാഹി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വിവരിക്കുന്നുണ്ട്. ആ ഹദീസ് നമുക്ക് ആദ്യം ഒന്ന് വിവരിക്കാം, എന്നിട്ട് നമുക്ക് ആയത്തുകളുടെ തഫ്സീറിലേക്ക് കടക്കാം. ഞാൻ ആദ്യം ഈ ഇഫ്കിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ ചരിത്രപരമായ വിഷയങ്ങൾ ചുരുങ്ങിയ രീതിയിൽ പറയാം. വിശദമായിട്ട് പറയേണ്ടതാണ്, നമുക്ക് സമയം പരിമിതമാണല്ലോ. ഹിജ്റയുടെ 4-ാം വർഷം അല്ല 6-ാം വർഷമാണ് എന്നും അഭിപ്രായമുണ്ട്. നബിതങ്ങളും സ്വഹാബത്തും മുറൈസിയ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. ബനുൽ മുസ്തലഖ് യുദ്ധം എന്നും പേരുണ്ട്. ആ ഗോത്രത്തിന്റെ പേരാണ് ബനുൽ മുസ്തലഖ്. മുറൈസിയ എന്നത് യുദ്ധം നടക്കുന്ന സ്ഥലത്തുള്ള ജലസ്രോതസ്സാണ്. ആ പേരിലാണ് പിന്നെ ആ യുദ്ധം അറിയപ്പെടുന്നത്. 2 പേരിലും അറിയപ്പെടാറുണ്ട്. നബിതങ്ങളുടെ സാധാരണ ഒരു പതിവാണ്, നബിതങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ നബിതങ്ങളുടെ ഭാര്യമാരിൽ ഏതെങ്കിലും ഒരാളെ കൂടെ കൂട്ടാറുണ്ട്. അത് നറുക്കെടുത്ത്
തീരുമാനിക്കലാണ്. അങ്ങനെ ഈ യുദ്ധത്തിന് വേണ്ടി നബി തങ്ങൾ പുറപ്പെടുമ്പോൾ പതിവ് പോലെ നബി തങ്ങൾ നറുക്കിട്ടെടുത്ത് ഒരു ഭാര്യയെ സെലക്ട് ചെയ്തു. അന്ന് നറുക്ക് വീണത് മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്കാണ്. അങ്ങനെ അവർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വഴിയിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി യാത്ര തൽക്കാലം നിർത്തി. അങ്ങനെ എല്ലാവരും വാഹനപ്പുറത്തുനിന്നൊക്കെ ഇറങ്ങി. സ്ത്രീകള് ഒട്ടക കൂടാരത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുക, മറ്റുള്ള ആളുകൾ കാണാതിരിക്കാൻ. അങ്ങനെ ഒട്ടക കൂടാരത്തിന്റെ ഉള്ളിൽ മറയിലാണ് ഇരിക്കുക യാത്രയിലൊക്കെ. കാരണം ഹിജാബിന്റെ ആയത്ത് അവതരിച്ച ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്, ഈ യുദ്ധം നടക്കുന്നത്. അഥവാ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ, അന്യ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ കാണാൻ പാടില്ല എന്നുള്ള ആ ആയത്ത് ഇറങ്ങിയതിനു ശേഷം, അതിനാണ് ഹിജാബിന്റെ ആയത്ത് എന്ന് പറയുക. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ഇവര് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങി. യാത്ര അവസാനിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ പുരുഷന്മാര് ഒട്ടകത്തിന്റെ പുറത്തു നിന്ന് ഒട്ടകക്കെട്ടിലെടുത്ത് താഴെ വെക്കും, എന്നിട്ട് അവർ മാറി നിൽക്കും. അപ്പോഴാണ് പുരുഷന്മാര് മാറിയതിനു ശേഷമാണ് ആ ഒട്ടകക്കൂടാരത്തിന്റെ അകത്ത് നിന്ന് സ്ത്രീകൾ വെളിയിലേക്ക് ഇറങ്ങുക. അങ്ങനെ മറയോടുകൂടെ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം കൂടിക്കലരുകയോ കാണുകയോ ചെയ്യാത്ത രീതിയിലായിരുന്നു അവരുടെ നടപടികൾ. അങ്ങനെ ആയിഷ ബീവിയുടെ ഒട്ടകക്കൂടാരം ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് സ്വഹാബത്ത് എടുത്തു വെച്ചു. അവർ മാറിപ്പോയി. ആയിഷ ബീവി അതിന്റെ അകത്തുനിന്ന് വെളിയിലിറങ്ങി. എല്ലാവരും റെസ്റ്റ് എടുത്തു. റെസ്റ്റ് അവസാനിപ്പിച്ച് യാത്ര തുടരാൻ വേണ്ടി നബി തങ്ങൾ കൽപ്പിച്ചപ്പോ, യാത്രക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ, ഭാണ്ഡങ്ങളും ലഗേജുകളൊക്കെ വാഹനത്തിന്റെ പുറത്ത് വെച്ച് കെട്ടാനും കാര്യങ്ങൾക്ക് ഒരുങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ, യാത്രയുടെ മുന്നൊരുക്കം എന്ന രീതിയിൽ ആയിഷ ബീവി ഒന്ന് മറക്കിരിക്കാൻ പോയി, വെളിക്കിരിക്കാൻ പോയി. ഖളാഉൽ ഹാജത്തിന് വേണ്ടി കുറച്ച് അകലെ പോയി. യാത്രയാണ്, പുരുഷന്മാരൊക്കെ ഉള്ളതാണ്. അപ്പൊ ജനങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ആരും കാണാതിരിക്കാൻ വേണ്ടി കുറച്ച് അകലേക്ക് തന്റെ ഖളാഉൽ ഹാജത്തിന് വേണ്ടിയിട്ട് പോയി. തിരിച്ച് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, മലമൂത്ര വിസർജനം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്ന് ഒട്ടകക്കട്ടിലിന്റെ അടുത്ത് എത്തിയപ്പോ വെറുതെ ഒന്ന് നെഞ്ചത്ത് തടവിയതാ. അപ്പോഴാണ് നല്ല വിലപിടിപ്പുള്ള ഒരു മുത്തിന്റെ മാല മഹദിയുടെ കഴുത്തിലുണ്ടായിരുന്നു. അത് മിസ്സായത് മഹദി അറിയുന്നത്. കഴുത്തിൽ മാല കാണുന്നില്ല. മഹദിയുടെ കല്യാണത്തിന് ഉമ്മ കൊടുത്ത മാലയാണ്, അതല്ല സഹോദരി അസ്മാ ബീവി കൊടുത്തതാണ് എന്നും ചരിത്രത്തിലുണ്ട്. ഏതായാലും നല്ല വിലപിടിപ്പുള്ള നല്ല മുന്തിയ ഒരു മുത്തിന്റെ ഒരു മാലയായിരുന്നു അത്. അത് നഷ്ടപ്പെട്ടത് ആയിഷ ബീവി അറിഞ്ഞു. അപ്പോൾ ഖളാഉൽ ഹാജത്തിന് വേണ്ടി പോയ ആ വഴിയിൽ എവിടെയെങ്കിലും വീണിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കി അതന്വേഷിച്ച് അവര് തിരിച്ച് അങ്ങോട്ട് തന്നെ നടന്നു. ആ പോയ സമയത്ത് യാത്രാ സംഘം ആയിഷ ബീവി ഒട്ടകക്കട്ടിലിന്റെ അകത്ത് കയറിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കി ഒട്ടകക്കട്ടിലെടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ചു. അവർ യാത്ര തുടർന്നു. ആയിഷ ബീവി ഉള്ളിലുണ്ടാവുമെന്നുള്ള ധാരണയിലാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഉള്ളിലേക്ക് എത്തിമ്പാളി നോക്കുന്ന പരിപാടിയൊന്നും അവർക്കില്ലല്ലോ. ഹിജാബിന്റെ ആയത്തിറങ്ങിയ ശേഷമാണ് സ്വഹാബത്താണ് റളിയല്ലാഹു അൻഹും. ആ ഒട്ടകക്കെട്ടില് ആളുകൾ പിടിച്ച് ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് ബന്ധിപ്പിച്ച് യാത്ര തുടർന്നു. അപ്പൊ അതിന്റെ അകത്ത് ആയിഷ ബീവി ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കിയത്. സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും, ഒരാൾ അതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ വെയിറ്റ് കൂടൂലേ പൊക്കുമ്പോ എന്നൊക്കെ. ആയിഷ ബീവി ചെറിയ കുട്ടിയാ, 10-12 വയസ്സായിട്ടുണ്ടാവുള്ളൂ. മാത്രവുമല്ല മെലിഞ്ഞിട്ടാണ്. പൊതുവെ അന്ന് സ്ത്രീകളൊക്കെ അങ്ങനെയാണെന്ന് ആയിഷ ബീവി പറയുന്നുണ്ട്. പട്ടിണിയും ദാരിദ്ര്യവും കാരണം കൊണ്ട് ഭക്ഷണം കഴിക്കാനില്ലാതെ ശരീരത്തിനൊന്നും ആർക്കും വെയിറ്റ് ഇല്ലായിരുന്നു. അതിന്റെ പുറമെ ആയിഷ ബീവി ചെറിയ കുട്ടിയാണ്. നബി തങ്ങൾ വഫാത്താവുന്ന സമയത്ത് ആയിഷ ബീവിക്ക് 18 വയസ്സാണ്. ഹിജ്റയുടെ 4-ാം വർഷമാണ് ഈ യുദ്ധം നടക്കുന്നത്. 6-ലാണെന്നും അഭിപ്രായമുണ്ട്. ഹിജ്റയുടെ 10-ാം വർഷമാണല്ലോ തങ്ങൾ വഫാത്താവുന്നത്. ഹിജ്റയുടെ 4-ലാണ് ഈ യുദ്ധം നടക്കുന്നത് എന്ന് വെക്കുക. അപ്പൊ ഹിജ്റയുടെ 4-ാം വർഷം നടക്കുമ്പോൾ 10-ൽ തങ്ങൾ വഫാത്താവുന്നു. അപ്പൊ നബി തങ്ങൾ വഫാത്താവുന്നതിന്റെ 6 വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. വഫാത്തിന്റെ 6 വർഷം മുമ്പ്. വഫാത്താകുന്ന സമയത്ത് തങ്ങൾ വഫാത്താവുമ്പോൾ ആയിഷ ബീവിക്ക് 18 വയസ്സാ. അപ്പൊ ഈ സംഭവം നടക്കുമ്പോഴോ
18 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 12 വയസ്സാണ് അന്ന് ആയിഷ ബീവിക്കുള്ളത്. ഒരു 6-ാം ക്ലാസ്സിലോ 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അതും തടിച്ചു കൊഴുത്ത ഒരു സ്ത്രീയല്ല, പെൺകുട്ടിയല്ല, മെലിഞ്ഞിട്ടാ, ഭക്ഷണമൊന്നും കഴിക്കാനില്ലാതെ. അപ്പൊ എത്രമാത്രം വെയിറ്റ് ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അവരൊട്ടകക്കെട്ടില് ഒട്ടകപ്പുറത്ത് വെച്ചു. ആയിഷാബി ഉണ്ടാവുന്ന ധാരണയിൽ യാത്ര തുടർന്നു. ആയിഷാബി മാലയൊക്കെ പരതി തിരിച്ചു വന്നു നോക്കുമ്പോൾ ഈ സംഘം യാത്ര പോയിട്ടുണ്ട്. ആയിഷാബി വഴിയിൽ ഒറ്റക്കകപ്പെട്ടു. ആയിഷാബി ബുദ്ധിമതിയാണ്. ബുദ്ധിമതി ആയതുകൊണ്ട് തന്നെയാണല്ലോ ചെറിയൊരു കുട്ടിനെ ആയിഷാ ബീവിയെ അള്ളാഹു തആല നബി തങ്ങളോട് വിവാഹം ചെയ്യാൻ പറയുന്നത്. ആയിഷാ ബീവിയുടെ ചിത്രമൊക്കെ ജിബ്രീൽ വന്ന് കാണിച്ചു കൊടുത്തിട്ടാ ഈ സ്ത്രീയെ കെട്ടണമെന്നൊക്കെ പറയുന്നത്, ദീനിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ട്. ആയിഷാ ബീവി മാത്രമാണ് നബി തങ്ങളുടെ മണവാട്ടിമാരിൽ ബിക്റായിട്ടുള്ളതും കന്യകയായിട്ടുള്ളത്. ഇരിക്കട്ടെ, മഹദി ആയിഷാ ബീവി യാത്രാസംഘം പോയ വഴിയിലൂടെ പോവാൻ നിന്നില്ല. അവിടെ ഇരുന്നു. ഒട്ടകക്കട്ടിലും ഒട്ടകവും സ്റ്റേ ചെയ്തിരുന്ന ആ സ്ഥലത്ത് തന്നെ ഇരുന്നു. കാരണം ഇവര് മദീനയിലെത്തി ഒട്ടകക്കട്ടിലൊക്കെ ഇറക്കി വെച്ച് ആയിഷാ ബീവി അതിന് ഇറങ്ങി വരാത്തത് കാണുമ്പോൾ ആയിഷാ ബീവി മിസ്സായിട്ടുണ്ടെന്ന് മനസ്സിലാവും. സ്വാഭാവികമായിട്ടും തിരിച്ചവർ വരും, അന്വേഷിച്ച് വരും എന്ന പ്രതീക്ഷയിൽ അവിടെ നിന്നു. ആ സമയത്ത് അവിടെ ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുക. ആയിഷാ ബീവി ഉറങ്ങിപ്പോയി. പൊതുവെ ചെറിയ കുട്ടിയാണ്, കുറച്ച് ഉറക്ക് കൂടുതലുള്ള ആളുമാണ് ആയിഷാ ബീവി. ഏതായാലും ബഹുമാനപ്പെട്ട സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹു വലിയ ധീരനാണ്. അദ്ദേഹത്തിന്റെ സംഭവമൊക്കെ വലിയ സംഭവമാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, ചുരുക്കി പറയാം. ബഹുമാനപ്പെട്ടവര് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള യാത്രകളിൽ സൈന്യത്തിന്റെ കൂടെ പോവാറില്ല, സൈന്യത്തിന്റെ ബാക്കിലായിട്ടാണ് വരാറുള്ളത്. യാത്ര തുടരുന്ന സമയത്ത് അദ്ദേഹം നിസ്കരിക്കാൻ നിൽക്കും. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം വരിക. അപ്പോഴേക്ക് യാത്രാസംഘം മുമ്പിൽ പോയിട്ടുണ്ടാവും. ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് ഈ സൈന്യത്തിന്റെ പക്കലിൽ നിന്നും വല്ല വസ്തുക്കളൊക്കെ വീണ് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം വരിക. എന്നിട്ട് അതിന്റെ അവകാശികൾക്ക് മദീനയിലെത്തിയതിനു ശേഷം അദ്ദേഹം തിരിച്ചു കൊടുക്കും. ഇത് അദ്ദേഹത്തിന്റെ രീതിയാണ്. ഇത് സാധാരണ എല്ലാ ജയ്ഷിനിക്കും സൈന്യത്തിനും ഉണ്ടാവാറുണ്ട്. ജയ്ഷിന്റെ മുൻപില് ഇപ്പോ മന്ത്രിമാരുടെ വാഹനങ്ങൾക്ക് അകമ്പടിയായിട്ട് മുൻപിലും ബാക്കിലൊക്കെ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ മുൻപിൽ പോകുന്നതിനാ മുഖദ്ദിമത്തുൽ ജയ്ഷ് എന്നൊക്കെ പറയുക. ഏതായാലും 4 ഭാഗത്തും ജയ്ഷ് എന്ന് പറഞ്ഞ സൈന്യം, അതിന്റെ 4 ഭാഗത്തും ഇങ്ങനെ അകമ്പടി പോകുന്ന ടീമുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ബാക്കിൽ വരുന്നത് സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഏകദേശം അത്താഴ സമയം ആയിട്ടുണ്ട്, രാത്രിയുടെ അവസാന സമയത്താ. അദ്ദേഹം വന്നപ്പോ വഴിയിൽ ഒരു വസ്തു വീണ് കിടക്കുന്നത് കണ്ടു. നല്ല മുന്തിയ ഒരു വസ്തു. ആയിഷാ ബീവിയാണ്. മഹദി അവിടെ കിടന്ന് ഉറങ്ങുന്നതാ കാണുന്നത്. ആയിഷാ ബീവിയെ മുൻപ് കണ്ട് പരിചയമുണ്ട്. ഹിജാബിന്റെ ആയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീ പുരുഷന്മാര് കാണുന്നതിനെ വിലക്കുന്ന ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ കണ്ടിട്ടുണ്ട്. ആയിഷാ ബീവിയെ കണ്ടപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഇസ്തിർജാ നടത്തിയവര്. പടച്ചോനെ, ആയിഷാ ബീവിനെയാണോ പോയി വീണ് കിട്ടിയത്? എങ്ങനെ ഇവര് വഴി തെറ്റി? യാത്രാ സംഘത്തിൽ നിന്ന് ഇവരെങ്ങനെ പിന്തി എന്നൊക്കെ അവർ വിചാരിച്ചു. ഇന്നാ ലില്ലാഹി ചൊല്ലുന്നത് കേട്ടിട്ട് ആയിഷാ ബീവി ഉണർന്നു. പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്ത് മുഖമൊക്കെ മറച്ച് ആയിഷാ ബീവിനെ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങി ആയിഷാ ബീവിക്ക് ഒട്ടകത്തിന്റെ പുറത്ത് കയറാൻ സൗകര്യം ചെയ്തു കൊടുത്തു. ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. ആയിഷാ ബീവി ഒട്ടകപ്പുറത്ത് കയറി മൂടുപടങ്ങളൊക്കെ ധരിച്ച് എല്ലാം മറയും പാലിച്ചിട്ട് തന്നെ ഇദ്ദേഹം ഒട്ടകത്തെ നയിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വരികയാണ്. അങ്ങനെ നബി തങ്ങളും സ്വഹാബത്തുള്ള സൈന്യത്തിലേക്ക് എത്തിച്ചേർന്നത് ഉച്ചയുടെ സമയത്താണ്. ഏകദേശം പകലിന്റെ ആദ്യ സമയത്ത്, ചൂട് തുടങ്ങുന്ന സമയത്ത്, വെയിൽ ചൂടാകുന്ന ആ സമയത്ത്, കൈലൂലത്തൊക്കെ ഉറങ്ങുന്ന സമയം. സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹു ആയിഷാ ബീവിനെയും കൂട്ടിയിട്ട് വരുന്നത് ജനങ്ങൾ കണ്ടപ്പോ മുനാഫിക്കുകളുടെ നേതാവാവുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂല്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് വലിയ ഒരു കോള് കിട്ടിയതുപോലെയായി. അവരങ്ങ് പറഞ്ഞു പരത്തി, ഇമ്രഅത്തു നബിയിക്കും
മറ്റുള്ള ആളുകളും മുനാഫിക്കീങ്ങളല്ലാത്ത ആളുകളൊക്കെ അത് ഏറ്റുപിടിച്ചു. നിങ്ങളുടെ നബിയുടെ ഭാര്യ ഒരു അന്യ പുരുഷന്റെ കൂടെ രാത്രിയിൽ അന്തി ഉറങ്ങിയിട്ട് ഇതാ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആയിഷ ബീവിയെയും സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും വ്യഭിചാരോപണം നടത്തിയിട്ട് ഇസ്ലാമിനെയും നബിത്തങ്ങളെയും നല്ല രീതിയിൽ താറടിച്ചു. ഇതാണ് ഇഫ്കിന്റെ സംഭവം. ഇതൊന്നും ആയിഷ ബീവി അറിയില്ല, ഇങ്ങനെ തന്നെ കുറിച്ചുള്ള ആരോപണങ്ങൾ നടക്കുന്നതൊന്നും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ രോഗം കഴിഞ്ഞപ്പോൾ ചെറിയ അസുഖബാധിതയാണ്. രോഗത്തിന്റെ ക്ഷീണം കാരണം കൊണ്ടൊക്കെ രോഗിയായിട്ടുണ്ട്. യാത്രയുടെ ക്ഷീണം കാരണം കൊണ്ട് ആയിഷ ബീവിക്ക് ചെറിയ രോഗം വന്നിട്ടുണ്ട്, പനിയും മറ്റൊക്കെ. നബിത്തങ്ങള് നാട്ടിൽ മുനാഫിക്കുകളും മറ്റും പറഞ്ഞു നടക്കുന്നതും മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ദുർബലരായ ആളുകളും ഇതേറ്റ് പിടിച്ചു. എല്ലാവരും കണ്ടതാണ് രണ്ടുപേരും വരുന്നത്. പലരും തെറ്റിദ്ധരിച്ചു പോയി. ഇവരുടെ പ്രചാരണത്തിൽ പലരും വീണുപോയി. ഏതായാലും 10-ലധികം ആളുകൾ, 40-ൽ താഴെ വരുന്ന ഒരു സംഘം ഇത് നല്ലവണ്ണം അങ്ങ് ഏറ്റുപിടിച്ച് ചൂട് പിടിച്ച് ആളി കത്തിച്ചു. നബിത്തങ്ങൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു. നബിത്തങ്ങൾക്ക് വിഷമായി. എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നറിയില്ല. നബിത്തങ്ങൾ ആയിഷ ബീവിയോട് ചോദിച്ചതൊന്നുമില്ല. ആയിഷ ബീവി രോഗിയാവുമ്പോൾ നബിത്തങ്ങൾ സാധാരണ കാണിക്കാറുള്ള വാത്സല്യവും ആ ഒരു കെയറിംഗ് ഒന്നും ആ ഒരു രോഗത്തില്, യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ള ആയിഷ ബീവിയുടെ രോഗത്തിൽ ആയിഷ ബീവിക്ക് അനുഭവപ്പെട്ടില്ല. നബിത്തങ്ങൾ വരും, വിവരങ്ങളൊക്കെ ചോദിക്കുമെന്നല്ലാതെ സാധാരണ രോഗിയായി നിൽക്കുന്ന സമയത്ത് ആയിഷ ബീവിയോട് നബിത്തങ്ങൾ പെരുമാറുന്ന വാത്സല്യപൂർവ്വമുള്ള പെരുമാറ്റം ആയിഷ ബീവി ഇതിൽ കണ്ടില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. നിജസ്ഥിതി അറിയാതെ സ്വഹാബത്തും നബിത്തങ്ങളൊക്കെ ആകെ വിഷമിച്ചിരിക്കുന്നു. ഇത് ആളി കത്തിച്ചുകൊണ്ട് മുനാഫിക്കീങ്ങൾ തകർത്താടുകയാണ്. ആയിഷ ബീവിയുടെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട നല്ലൊരു വനിതയാണ് ഉമ്മു മിസ്തഹ്. മഹദി ആയിഷ ബീവിക്ക് ഖിദ്മത്തൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹ. മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹായത്തിലാണ് ഈ ഉമ്മു മിസ്തഹിന്റെ കുടുംബം കഴിയുന്നത്. അങ്ങനെ ആയിഷ ബീവിയും ഉമ്മു മിസ്തഹ് ബീവിയും രാത്രിയിൽ ഒരാവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയതായിരുന്നു. പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത്, ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഉമ്മു മിസ്തഹ് ബീവി നടത്തത്തിലൊന്ന് വീഴാൻ പോയി. വീഴാൻ പോയ സമയത്ത് തന്നെ ഉമ്മു മിസ്തഹ് പറയുകയാണ്, തൈസ മിസ്തഹ്, എന്റെ മോൻ മിസ്തഹ്, അവൻ ചെയ്ത ഓരോ വേണ്ടാത്തരത്തിന്റെ ഗുരുത്തക്കേടാണ് ഞാൻ ഈ അനുഭവിക്കുന്നത് എന്നർത്ഥം. അവൻ നശിച്ചു പോട്ടെ എന്ന് മിസ്തഹിനെ പ്രാകുകയാണ് ഉമ്മു മിസ്തഹ്. തൈസ മിസ്തഹ്, മിസ്തഹ് നമ്മളെ ഭാഷ പറഞ്ഞ പണ്ടാരം. മിസ്തഹ് തന്റെ മോനെ തന്നെയാണ് പറയുന്നത്. ഇത് കേട്ടപ്പോ ആയിഷ ബീവി പറഞ്ഞു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ആ തസുബീന മൻ ഷഹിദ ബദറൻ, ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബിയെ നിങ്ങൾ ആക്ഷേപിക്കുകയോ അസഭ്യം പറയുകയോ? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ മോനാണ് മിസ്തഹ്, ശരി, പക്ഷെ മിസ്തഹ് ബദരിയല്ലേ? ബദറിൽ പങ്കെടുത്ത ഒരാളെ കുറ്റം പറയാൻ ഉമ്മാക്ക് പോലും അധികാരമില്ല. ബദരീങ്ങൾക്ക് അത്രയും മഹത്വമുണ്ട്. സ്വഹാബത്തിന്റെ ഇടയിൽ ബദരീങ്ങൾക്കുള്ള സ്ഥാനം അതുകൂടെ നമ്മൾ ഇതിന്ന് മനസ്സിലാക്കണം. ആയിഷ ബീവി തിരുത്തി കൊടുക്കുകയാണ് ഉമ്മാനെ. അപ്പൊ ഉമ്മ പറയാണ്, ഉമ്മ മിസ്തഹ് പറയുകയാണ്, ആയിഷ ബീവി, ആയിഷ പൊട്ടി, നിനക്ക് എന്തറിയാ? എന്റെ മോന് നിന്നെക്കുറിച്ച് മദീനയിൽ പറഞ്ഞു വരുത്തുന്നതൊക്കെ നിനക്കറിയോ എന്ന് ചോദിച്ചിട്ട് ഉമ്മു മിസ്തഹ് ബീവിയാണ് ആയിഷ ബീവിക്ക് ഈ സംഭവം പറഞ്ഞു കൊടുക്കുന്നത്. ഉമ്മു മിസ്തഹ് പറയുന്നത്, എന്റെ മോന് നിന്നെക്കുറിച്ച് നിന്റെ ഉപ്പാന്റെ ചെലവിലാണ് ഞങ്ങൾ കഴിയുന്നത്. ആ നിന്നെക്കുറിച്ച്, ആ ഉപ്പാന്റെ മോളാവുന്ന നിന്നെക്കുറിച്ച് എന്റെ മോന് പരാതിയും അപവാദങ്ങളും കുപ്രചരണങ്ങളും പ്രചരിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മുനാഫിക്കിന്റെ ആ ദുഷ്പ്രചരണത്തിൽ ഇദ്ദേഹം വീണുപോയിട്ടുണ്ട്. നിന്നെ കുറിച്ച് വേണ്ടാത്തീനം പറഞ്ഞു നടന്നതിന്റെ പേരിൽ അതിന്റെ ഗുരുത്തക്കേടാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന തരത്തിലാണ് ഉമ്മു മിസ്തഹ് സംസാരിക്കുന്നത്.
ഇത് കേട്ടപ്പോൾ ആയിഷ ബീവി ആകെ ഞെട്ടി. ആയിഷ ബീവിക്ക് വിഷമായി. സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അതും തന്നെ കൊണ്ട് തന്റെ ഭർത്താവുന്ന മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നാണം കെടേണ്ടി വരിക, ജനങ്ങളുടെ ഇടയിൽ മോശക്കാരനാവുക. ഭർത്താവിനിക്ക് നാണക്കേടാണല്ലോ, ഭാര്യ മറ്റൊരുത്തന്റെ പോയി എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ. ഇതൊക്കെ ഓർത്തിട്ട് നബി തങ്ങൾ ആയിഷ ബീവി വളരെ വിഷമിച്ചു. മഹദിയുടെ അസുഖം കൂടി. നബി തങ്ങൾ വീട്ടിലേക്ക് കയറിയപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. നബി തങ്ങൾ സമ്മതം കൊടുത്തു. വീട്ടിലേക്ക് പോയി. കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ ഉമ്മാനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മയും കരയാൻ തുടങ്ങി. സിദ്ദീഖുൽ അക്ബറും അപ്പോഴാണ് വിവരം അറിയുന്നത്. അവരും കയറി വന്നു. അവരും കരയുക തന്നെ. ആർക്കും ഒന്നും ചെയ്യാനില്ല. ആയിഷ ബീവിക്ക് മിണ്ടാട്ടമില്ല. കരയുക തന്നെ, കരച്ചില്. രാത്രിയിൽ ഉറങ്ങാതെ കരയുക തന്നെ. അങ്ങനെ നബി തങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ക്ഷമിച്ചു നിന്നു. പലരും നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ആയിഷ ബീവിയെ കുറിച്ച് ഞങ്ങളൊന്നും ഇന്നേ വരെ നിങ്ങൾക്കോ ഞങ്ങൾക്കോ ഒരാൾക്കും ഒരു വേണ്ടാത്ത അഭിപ്രായമില്ല. അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇവർ ഈ പറഞ്ഞു നടത്തുന്നത് പോലൊന്നും ഒന്നും ഉണ്ടാവില്ല എന്ന്. സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹു ആകെ വിഷമിച്ചു. അദ്ദേഹത്തിന്റെ മേലാണല്ലോ ആരോപണം. അദ്ദേഹം വ്യഭിചരിച്ചു എന്നാണല്ലോ പറയുന്നത്. ഒരു മാസത്തോളം വഹി നിലച്ചു. നബി തങ്ങൾക്ക് ഇതിന്റെ നിജസ്ഥിതി അറിയിച്ചു തരാതെ അല്ലാഹു തആല വഹി നിർത്തിവെച്ചു. ഒരു മാസത്തോളം. മദീനായി ഒരു മാസത്തിന്റെ ഇടക്ക് മുനാഫിക്കുകൾ ആകെ കലക്കി മറിച്ചു. ഇങ്ങനത്തെ വല്ലാത്തൊരു പ്രയാസകരമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആരാണ് ദൂതി വീർപ്പിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നബി തങ്ങൾ ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ അത് ഔസ് ഖസ്റജ് എന്ന മദീനയിലെ അൻസാരികളുടെ രണ്ട് ഗോത്രങ്ങൾ അവർ തമ്മിൽ ചെറിയ വാക്കേറ്റത്തിലേക്കൊക്കെ എത്തി. അതൊക്കെ പിന്നെ സോൾവ് ആക്കി. ഏതായാലും അവസാനം നബി തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വന്നു. ആയിഷ ബീവിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോഴും ആയിഷ ബീവി കരച്ചിൽ തന്നെയാണ്. ആയിഷ ബീവി പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല നീ നിരപരാധിയാണെങ്കിൽ നിന്റെ നിരപരാധിത്വം അല്ലാഹു തആല തെളിയിക്കും. സാരല്ല, വിഷമിക്കണ്ട, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം എന്ന രീതിയിൽ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന രീതിയിൽ സംസാരിച്ചു പോയ ആയിഷ ബീവി എണീറ്റ് പോയിട്ട് വീണ്ടും കരച്ചിൽ തന്നെ കടന്ന് കരയുകയാണ്. അങ്ങനെ അവരുടെ നബി തങ്ങളെ ആശ്വസിപ്പിക്കലും ഒക്കെ പറഞ്ഞു. ഒക്കെ കഴിഞ്ഞപ്പോൾ ആയിഷ ബീവി പറഞ്ഞു ഉപ്പാനോട്, സിദ്ദീഖുൽ അക്ബർ തങ്ങളോട്, നിങ്ങൾ മറുപടി പറഞ്ഞില്ലേ, എനിക്കൊന്നും പറയാനില്ല നബിയോട്. ആയിഷ ബീവി മുഖം തിരിച്ച് മുഖം പൊത്തിയിട്ട് റൂമിൽ കിടന്ന് കരയുകയാണ്. ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ. അല്പം കഴിഞ്ഞപ്പോഴേക്ക്, ഇതൊക്കെ സംഭവം കഴിഞ്ഞ് ഒരു മാസം ആയിട്ടുണ്ട്, അപ്പോഴാണ് നബി തങ്ങള് ഭാര്യ വീട്ടിലേക്ക് ആയിഷ ബീവിയെ കാണാൻ പോകുന്നത്. അങ്ങനെ അല്ലാഹു തആല വഹി ഇറക്കുകയാണ്. 18ഓളം ആയത്തുകൾ ആയിഷ ബീവിയുടെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെയും നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട്, അവരുടെ സംശുദ്ധി വിളിച്ചറിയിച്ചുകൊണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ശിക്ഷിക്കണമെന്ന് അറിയിച്ചുകൊണ്ട്, വ്യഭിചാരാരോപണം നടത്തിയതിന്റെ ഹദ് അവർക്ക് നടപ്പാക്കണമെന്ന് അറിയിച്ചുകൊണ്ട്, ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 18 ആയത്തുകൾ അല്ലാഹു തആല ഇറക്കി. അങ്ങനെ ആയത്തുകൾ ഇറങ്ങിയപ്പോ നബി തങ്ങൾക്ക് വഹ്യർ ഇറങ്ങുന്ന സമയത്ത് അതിശക്തമായ തണുപ്പുള്ള രാത്രിയാണെങ്കിൽ പോലും വേർപ്പ് കണങ്ങൾ ഇങ്ങനെ വഹീന്റെ കാഠിന്യത്താൽ ഒലിച്ചിറങ്ങും. ആയിഷ ബീവി പറയുന്ന ഹദീസിൽ കാണാലോ. ഇതൊക്കെ കണ്ടിട്ട് സ്വഹാബത്ത് മനസ്സിലാക്കി നബി തങ്ങൾക്ക് വഹ്യ് ഇറങ്ങുണ്ടെന്ന്. അങ്ങനെ വഹ്യ് ഇറങ്ങുന്നത് മനസ്സിലാക്കി വഹയിലൂടെ അല്ലാഹു തആല നിജസ്ഥിതി വെളിപ്പെടുത്തുകയാണ്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, എന്തായിരിക്കും അവസ്ഥ എന്നറിയാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും എല്ലാവർക്കും ആശങ്ക. എങ്ങനെ വരും എന്നൊരു പിടുത്തവുമില്ല. വഹി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം തങ്ങൾ ആദ്യമായിട്ട് പറയുന്നത് ആയിഷ ബീവിയോട്, അബ്ശിരി യാ ആയിഷ അമാ വല്ലാഹി ലഖദ് ബറഅകില്ല. ആയിഷ സന്തോഷിച്ചോ, അല്ലാഹു തആല നിന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ സംശുദ്ധയാണെന്ന് അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടുണ്ട്, സന്തോഷിച്ചോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞു. ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആയിഷ ബീവിക്ക് സന്തോഷമായി.
അതിനു മുമ്പ് ഐഷാബി പറഞ്ഞു, ഞാൻ എത്ര നിങ്ങളോട് പറഞ്ഞാലും ഞാനൊരു ചെറിയ കുട്ടി, മദീനയിൽ എല്ലാവരും പറയുന്നത് ഞാൻ വ്യഭിചരിച്ചു, ഞാനും സഫ്വാനും വ്യഭിചരിച്ചു എന്നാ. ഞാനൊരു ചെറിയ പ്രായം കുറഞ്ഞ ആള്, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളാരും അംഗീകരിക്കില്ല, വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് യൂസുഫ് നബിയുടെ പിതാവ് ചെയ്ത ആ ഒരു കാര്യം ഞാനും സ്വീകരിക്കുന്നു, ഫസബറുൻ ജമീൽ, ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആയിഷാ ബീവിന്റെ സംസാരമൊക്കെ നിർത്തി കരച്ചില് തന്നെ. അങ്ങനെയാണ് പിന്നെ ആയത്തിറങ്ങുന്നത്. ആയത്തിറങ്ങുന്ന സമയത്ത് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ആയിഷാ ബീവിക്ക് സന്തോഷായി. ആയിഷാ ബീവി പറഞ്ഞു, ബിഹംദില്ല ലാ ബിഹംദിക വലാ ബിഹംദി അസ്ഹാബിക, അള്ളാഹുവിനെ സ്തുതിക്കാണ് ഞാൻ, നിങ്ങൾ ആരെയും ഞാൻ സ്തുതിക്കുന്നില്ല നബി, അങ്ങയെ സ്തുതിക്കുന്നില്ല, ആരെയും സ്തുതിക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്റെ ഉമ്മ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കൂമി ഇലൈഹി, നീ നബി തങ്ങളുടെ അടുക്കലേക്ക് എണീറ്റ് പോ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ദേഷ്യമൊക്കെ ഉണ്ട്, എല്ലാവരും കൂടെ ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിനാണ് എന്നെ 1 മാസമായിട്ട് മദീനയിലിട്ടിട്ട് എല്ലാരും ക്രൂശിക്കുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റുപിടിച്ച ഒരു സംഘം ആളുകള്. ഐഷാബി പറയാ, ഞാൻ പറഞ്ഞു എന്നോട് ഉമ്മ നബി തങ്ങളുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നബി തങ്ങൾക്കും എന്നെ സംശയമുണ്ടോ? നബി തങ്ങൾക്കും സംശയമാണല്ലോ, എന്താണെന്ന് അറിയില്ലല്ലോ നിജസ്ഥിതി. അപ്പൊ നബി തങ്ങളും എന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ, എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വിഷമാണ് ഏറ്റവും കൂടുതൽ ആയിഷാ ബീവിക്കുള്ളത്. രോഗിയായി കിടന്ന സമയത്തൊന്നും നബി തങ്ങൾ വേണ്ട രീതിയിൽ പരിചരണം നൽകാതിരുന്നതൊക്കെ, പഴയ പോലത്തെ ആ ഒരു പെരുമാറ്റം ഉണ്ടാവാതിരുന്നതൊക്കെ ഇതുകൊണ്ടാണെന്നൊക്കെ ആയിഷാ ബീവി പിന്നീട് മനസ്സിലാക്കിയല്ലോ. ആയിഷാ ബീവി പറഞ്ഞു, ഞാൻ എണീറ്റ് പോവില്ല, ലാ ഖൂമിലൈഹി, ഞാൻ നബിയിലേക്കൊന്നും പോവില്ല, വലാ അഹ്മദു അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ ഒരാളെയും ഞാൻ സ്തുതിക്കയില്ല, ഒരാളോടും ഞാൻ നന്ദി കാണിക്കയില്ല. അൻസല ബറാഅത്തി, റബ്ബാണ് എന്റെ നിരപരാധിത്വം തെളിയിച്ചത് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ സംഭവം ഇറങ്ങുന്നത്. ഈ സംഭവം ആയത്തുകൾ ഇറങ്ങുന്നത്. ഈ ആയത്തുകൾ ഇറങ്ങിയപ്പോ മിസ്തഹ് റളിയല്ലാഹു അൻഹു ഒക്കെ ഇതിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഇനി മിസ്തഹിന്റെ കുടുംബത്തിന് ഞാൻ ഒന്നും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്തു. അപ്പൊ അല്ലാഹു തആല ആ കാര്യം തിരുത്തിയിട്ട് മറ്റൊരായത്തിറക്കി, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും എന്ന ആയത്ത്. അള്ളാഹു നൽകിയ ഔദാര്യമാകുന്ന സ്വത്തുള്ള ആളുകൾ ആ സ്വത്ത് ഇനി കൊടുക്കില്ല, സ്വതക ചെയ്യില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് സിദ്ദീഖുൽ അക്ബറെ തിരുത്തി. അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങളെ നശിപ്പിക്കരുത്, അള്ളാഹു തആലാന്റെ മഗ്ഫിറത്ത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രവർത്തനങ്ങളൊക്കെ തുടർന്നു പോകണമെന്ന ആയത്തിറക്കിയപ്പോ സിദ്ദീഖുൽ അക്ബർ ആ സത്യം ഭയപ്പിച്ചു, എനിക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്താണ് വേണ്ടത്. അങ്ങനെ അദ്ദേഹം വീണ്ടും മിസ്തഹിന്റെ കുടുംബത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് സംഭവം. ചുരുക്കി പറഞ്ഞതാണ്, ഇതാണ് ഇഫ്കിന്റെ സംഭവം. ഈ നിരപരാധിത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ അവതരിക്കുകയാണ്. ഇനി ആരെങ്കിലും ആയിഷാ ബീവിയെ ഇഫ്ക് നടത്തി കഴിഞ്ഞാൽ, ഖദ്ഫ് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ഇസ്ലാം നിന്ന് പുറത്തു പോകും. നഅൂദുബില്ല. കാരണം ഖുർആനെ കളവാക്കലാണ്, അള്ളാഹുവിന്റെ കലാമിനെ കളവാക്കലാണ്. അള്ളാഹുവിന്റെ കലാമ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആയിഷാ ബീവി നിരപരാധിയാണെന്ന്. ആ ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. സംഭവം മനസ്സിലായല്ലോ? ചരിത്രം ചെറിയ രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ അതിന്റെ അർത്ഥം, ഈ ഹദീസിന്റെ അർത്ഥം ഒന്ന് പറയാം. എന്നിട്ട് നമുക്ക് തഫ്സീറിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.